ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ഡേറ്റാബേസിലേക്കുള്ള യൂസർ പെർമിഷൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷനിൽ അതിൻ്റെ ഡേറ്റാബേസിലേക്ക് ഒരുപാട് ഡേറ്റ സേവ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഈ ഡേറ്റാബേസിലേക്ക് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ചില ആക്സസ് നമുക്ക് നൽകേണ്ടി വരും. ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഡേറ്റനെ ഇലക്ട്രോണിക്കലി സേവ് ചെയ്യുന്ന സ്പേസസ് ആണ് ഡേറ്റാബേസസ്. ഓക്കെ, MySQL യൂസ് ചെയ്തിട്ട് നമ്മൾ ഡേറ്റാബേസിലേക്ക് ഡേറ്റേനെ കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും അതേപോലെ റിട്രീവ് ചെയ്യുകയൊക്കെ ചെയ്യും അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓർ മോഡിഫിക്കേഷൻസ് റിക്വയർഡ് ബൈ ദ യൂസർ. എനിവേ, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന യൂസർക്ക് എല്ലാ പെർമിഷൻസും ഒരു ഓർഗനൈസേഷന് നൽകാൻ സാധിക്കില്ല. ഒരു പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഒരു ഓർഗനൈസേഷനിലെ ഒരുപാട് ഡേറ്റാബേസുകളുണ്ടാവും. ഒരു പെർട്ടിക്കുലർ ഡേറ്റാബേസിലേക്ക് യൂസർക്ക് ഒരു ആക്സസ് കൊടുത്തു. ആ ഡേറ്റാബേസിൽ എംപ്ലോയീസിൻ്റെ ജോയിനിങ് ഡേറ്റ്, ഒഫീഷ്യൽ ഇമെയിൽ ID, പേഴ്സണൽ ഇമെയിൽ ID, കോൺടാക്റ്റ് നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, സോ എല്ലാ എംപ്ലോയീസിനും ഈ ഒരു ഡേറ്റാബേസിലേക്ക് ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് എംപ്ലോയീസിൻ്റെ ഡേറ്റ സെക്യൂരിറ്റി കൺസേൺസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കോളത്തിലേക്കുള്ള ആക്സസ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ആ ഓർഗനൈസേഷൻ്റെ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എല്ലാ എംപ്ലോയീസിനും നൽകില്ല. കാരണം എല്ലാ കോളത്തിലേക്കും ആക്സസ് നൽകിക്കഴിഞ്ഞാൽ സെൻസിറ്റീവായ ഇൻഫർമേഷൻസ് എല്ലാ എംപ്ലോയീസിനും മറ്റുള്ള എല്ലാ എംപ്ലോയീസിനും ഇൻഫർമേഷൻ ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ സാധിക്കും. അതൊരു ഡേറ്റ ബ്രീച്ചായി മാറും. സോ ഒരു ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഒരു ഓർഗനൈസേഷനിൽ ഡേറ്റാബേസിൽ എപ്പോഴും ലിമിറ്റഡ് നമ്പർ ഓഫ് കോളംസിനെ അല്ലെങ്കിൽ ലിമിറ്റഡ് ഫീച്ചേഴ്സിന് മാത്രമേ അല്ലെങ്കിൽ ലിമിറ്റഡ് പെർമിഷൻസ് മാത്രമേ ഒരു യൂസർക്ക് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ, ആക്സസ് ടു ലിമിറ്റഡ് കോളംസ് ലൈക്ക് ഒഫീഷ്യൽ ഇമെയിൽ ID, ഒഫീഷ്യൽ കോൺടാക്റ്റ് നമ്പർ, ഫുൾ നെയിം, അങ്ങനെ. അല്ലാതെ അവരുടെ പേഴ്സണൽ ഇമെയിൽ IDയോ അല്ലെങ്കിൽ ജോയിനിങ് ഡേറ്റോ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും ചിലപ്പോൾ പെർമിഷൻ നൽകില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഗനൈസേഷൻ. Okay, so giving permissions to user is very important in an organization to the database. So നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് മാത്രമല്ല, ചില പെർമിഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റാബേസിലേക്ക് നമുക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള പെർമിഷൻസ് വേണമെങ്കിൽ ഒരു യൂസർക്ക് ഓർഗനൈസേഷന് പാസ് ചെയ്യാം. പക്ഷേ എപ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിയാതെ ഒരു യൂസർ ഒരു ടേബിൾ, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷനുള്ള ഒരു ടേബിൾ ഡിലീറ്റ് ചെയ്തു പോയി എന്ന് വിചാരിക്കുക, കഴിഞ്ഞില്ലേ കഥ. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അങ്ങനെയുള്ള പെർമിഷൻസ് എല്ലാം ഒരു ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എപ്പോഴും യൂസേഴ്സിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഡേറ്റാബേസിൽ എങ്ങനെ യൂസർക്ക് ചില പെർമിഷൻസ് മാത്രം എനേബിൾ ചെയ്യാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ MySQL എങ്ങനെ യൂസർ പെർമിഷൻസ് എനേബിൾ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ ദാറ്റ് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, ഓൺലൈൻ എംപ്ലോയീസ്. ഇറ്റ്സ് ഓൾറെഡി ക്രിയേറ്റഡ്. സെയിം ഡേറ്റാബേസ് യൂസ് ചെയ്യുകയാണ്. ഈ ഡേറ്റാബേസിലേക്ക് എംപ്ലോയി ഡേറ്റ എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു വിത്ത് ഫോളോയിങ് കോളംസ്: എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയി സാലറി ആൻഡ് എംപ്ലോയി ജോയിനിങ് ഡേറ്റ്. ഓക്കെ, ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ടേബിളിലേക്ക് നമുക്കൊരു 5 rows ഓഫ് ഡേറ്റ എൻ്റർ ചെയ്യുകയാണ്. ഇൻസേർട്ടിങ് വാല്യൂസ്, ഇതാണ് ഇൻസേർട്ടിങ് ഡേറ്റയുടെ ക്വയറി. നമ്മൾ ക്വയറീസിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. യൂസർ പെർമിഷൻസ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഡിസ്പ്ലേയിങ് ദ ടേബിൾ. യെസ്, നമുക്ക് ടേബിളിലെ ഡേറ്റ കാണാൻ സാധിക്കും. 5 rows ഉണ്ട്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് യൂസർ. സോ യൂസർ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ഇതാണ്: ക്രിയേറ്റ് യൂസർ എംപ്ലോയി യൂസർ @localhost. എംപ്ലോയി യൂസർ എന്ന് പറയുന്നതാണ് യൂസർ ID. @ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഹോസ്റ്റിൻ്റെ പേര്. തൽക്കാലം അത് ലോക്കൽ ഹോസ്റ്റ് എന്നാണെന്ന് മനസ്സിലാക്കുക. ഐഡൻറ്റിഫൈഡ് ബൈ പാസ്വേഡ് 123. ഈ ഒരു യൂസർക്ക് നമ്മളൊരു പാസ്വേഡ് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വിച്ച് ഈസ് പാസ്വേഡ് 123. യെസ്. സോ ഓൾറെഡി ഈ ഒരു യൂസർ ക്രിയേറ്റഡ് ആണ്. സി ഞാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ
എറർ കാണിക്കും അല്ലേ. സോ ഇഫ് യു വാണ്ട് ടു ഡ്രോപ്പ് ആൻ യൂസർ, യു ക്യാൻ യൂസ് ദ കോഡ് ലൈൻ ഡ്രോപ്പ് യൂസർ എംപ്ലോയി യൂസർ ലോക്കൽ ഹോസ്റ്റ്. ഓക്കെ, സോ ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു ഓൾറെഡി ഞാൻ ഈ ക്വയറി റൺ ചെയ്തുകൊണ്ട് ഈ ഒരു യൂസർ എറർ കാണിക്കുന്നതാണ്. യു ക്യാൻ യൂസ് ദിസ് ക്വയറി ടു ക്രിയേറ്റ് എ യൂസർ. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് എ യൂസർ employee user @localhost identify by password 123. ഓക്കെ ഫൈൻ. സോ നമ്മളിവിടെ ടേബിൾ ഡിസ്പ്ലേ ചെയ്തു. ഇനി ക്രിയേറ്റിംഗ് യൂസർ, ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള SQL ക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് യൂസർ എംപ്ലോയി യൂസർ @localhost identify by password 123 എന്ന് പറയുമ്പോൾ @ന് തൊട്ട് മുന്നുള്ളതാണ് യൂസറുടെ പേര്, @ന് ശേഷമുള്ളതാണ് ലോക്കൽ ഹോസ്റ്റ്. തൽക്കാലം ലോക്കൽ ഹോസ്റ്റ് ആണ് ഇവിടെ ഹോസ്റ്റ് എന്ന് മനസ്സിലാക്കുക. and it is having a password 123. ഓക്കെ, സോ ഓൾറെഡി ഈ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ക്വയറി റൺ ചെയ്യുന്നില്ല. എനിവേ നിങ്ങളുടെ ഡേറ്റാബേസിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് ദ ക്വയറി സെലക്ട് യൂസർ ഹോസ്റ്റ് ഫ്രം MySQL യൂസർ. ഇതൊക്കെയാണ് എൻ്റെ ഡേറ്റാബേസിൽ അവൈലബിൾ ആയിട്ടുള്ള യൂസേഴ്സും ഹോസ്റ്റും. എംപ്ലോയി യൂസർ എന്ന് പറയുന്നൊരു യൂസർ നെയിം ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് അതിൻ്റെ ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റാണ്. ഓക്കെ ഫൈൻ. ദെൻ ഗ്രാൻറ്റിംഗ് പെർമിഷൻസ്, എന്തൊക്കെ പെർമിഷൻസ് ആണ് ഗ്രാൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ എംപ്ലോയി യൂസർക്ക് നമ്മൾ ഗ്രാൻറ്റ് ചെയ്യാൻ പോകുന്ന പെർമിഷൻസ് സെലക്റ്റും ഇൻസേർട്ടും അപ്ഡേറ്റും ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റാബേസിൽ ഈ എംപ്ലോയി യൂസർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം, അതായത് ഡേറ്റ ക്വയറി ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം, പുതിയ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഗ്രാൻറ്റ് സെലക്ട് ഇൻസേർട്ട് അപ്ഡേറ്റ് ഓൺ എംപ്ലോയീസ്, ഓൺലൈൻ എംപ്ലോയീസ് എന്നുള്ളതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഡേറ്റാബേസ്. ഓൺലൈൻ എംപ്ലോയീസ് .എംപ്ലോയീസ് ഡേറ്റ ടേബിൾ, അതായത് ഓൺലൈൻ എംപ്ലോയീസ് എന്ന് പറയുന്ന ടേബിളിൽ ഓൺലൈൻ എംപ്ലോയീസ് എന്ന് പറയുന്ന ഡേറ്റാബേസിൽ എംപ്ലോയീസ് ഡേറ്റ എന്ന് പറയുന്ന ടേബിളിലേക്ക് ഇത്രയും പെർമിഷൻസ് കൊടുത്തു. ആർക്ക്? എംപ്ലോയി യൂസർക്ക് വിത്ത് ലോക്കൽ ഹോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓൾറെഡി ക്വയറി റൺ ചെയ്തുകൊണ്ട് തന്നെ ഐ എം ജസ്റ്റ് ഷോയിങ് ദ ഗ്രാൻറ്റ്സ്. എന്തൊക്കെ പെർമിഷൻസാണ് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത്? സെലക്ട് ഇൻസേർട്ട് അപ്ഡേറ്റ്. ഫൈൻ. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ യൂസറിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡ്രോപ്പ് യൂസർ എന്ന് പറയുന്ന ക്വയറി യൂസ് ചെയ്യാം. പ്രസൻ്റ്ലി ഞാനത് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഓക്കെ, എനിവേ നമ്മുടെ യൂസർ റെഡിയാണ്. അപ്പോൾ നമുക്ക് നോക്കണ്ടേ ഈ പറഞ്ഞിരിക്കുന്ന യൂസർ പെർമിഷൻസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഡേറ്റാബേസിലെന്ന്? നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. നൗ ചെക്കിംഗ് ദ യൂസർ പെർമിഷൻസ്. സോ അതിന് വേണ്ടിയിട്ട് ഹോം പേജിൽ എത്തിയിട്ട് പുതിയതായിട്ടൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിനു മുമ്പ് നമ്മുടെ യൂസറിൻ്റെ പേര് ഓർത്ത് വെച്ചോളൂ, employee_user എന്നാണ്. ഹോം ടാബ് +, യൂസർ നെയിം employee_user ആൻഡ് കണക്ഷൻ നെയിം നിങ്ങൾക്ക് ഇവിടെ ഒരു local_user എന്ന് കൊടുക്കാം. ദെൻ യു ക്യാൻ ടെസ്റ്റ് ദ കണക്ഷൻ. ടെസ്റ്റ് കണക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ MySQL സെർവർ ആയിട്ടുള്ള കണക്ഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് ക്ലിക്ക് ഓൺ ഓക്കെ. ഓൾറെഡി ഇങ്ങനൊരു ഇതേ പേരിലുള്ളൊരു യൂസർ നെയിം അതേപോലെ കണക്ഷൻ നെയിമും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഓക്കെ ചെയ്യുന്നില്ല. പകരം ലെറ്റ്സ് സീ ഹൗ ദിസ് കണക്ഷൻ വർക്ക്സ്. ലോക്കൽ യൂസർ എംപ്ലോയി യൂസർ എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഓൾറെഡി ഇതേ പറഞ്ഞിരിക്കുന്ന മെത്തേഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ എം ജസ്റ്റ് ഓപ്പണിങ് ഇറ്റ്. സോ ലോക്കൽ യൂസർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓൾറെഡി ലോക്കൽ യൂസർ ഓപ്പൺ ആയി വന്നതുകൊണ്ടാണ്, ഓപ്പൺ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇവിടെ പാസ്വേഡ് ചോദിക്കാതിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു വെരിഫൈ ദ ലോക്കൽ യൂസർ കണക്ഷൻ. ജസ്റ്റ് ഗോ ടു ഹോം ടാബ്, ലോക്കൽ യൂസർ സെലക്ട് ചെയ്യുക. മറ്റെല്ലാ കണക്ഷൻസും ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കേസിൽ ഈ ഒരു കണക്ഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പാസ്വേഡ് 123. ഓക്കെ, ഗോ ടു കണക്ഷൻസ്, ലോക്കൽ യൂസർ സെലക്ട് ചെയ്യുക, പാസ്വേഡ്. ഓക്കെ, ലോക്കൽ യൂസർ എന്ന് പറയുന്ന പുതിയൊരു കണക്ഷൻ എനേബിൾഡ് ആണ്. ഈ ലോക്കൽ യൂസറിൽ യു ക്യാൻ സീ ഓൺലൈൻ എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസ് മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ ലോക്കൽ യൂസർക്ക് ഈ ഒരു ഡേറ്റാബേസിലേക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ, മറ്റ് ഡേറ്റാബേസിലേക്ക് ആക്സസ് ഇല്ല. നമുക്കിത് വെരിഫൈ ചെയ്യാം.
അറ്റ് ദ സെയിം ടൈം നമ്മുടെ പ്രീവിയസ് ലോക്കൽ ഇൻസ്റ്റൻസിലോ ഒരുപാട് ഡേറ്റാബേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്കീമയിൽ. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം സ്കീമയിൽ തന്നെ അഡ്മിനിസ്ട്രേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസേഴ്സ് ആൻഡ് പ്രിവിലേജസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂസേഴ്സും ഹോസ്റ്റും ഇങ്ങനെയും ചെക്ക് ചെയ്യാൻ സാധിക്കും. അഡ്മിനിസ്ട്രേഷൻ, യൂസേഴ്സ് ആൻഡ് പ്രിവിലേജ്. ഓക്കെ, എനിവേ ബാക്ക് ടു ലോക്കൽ യൂസർ. ഇവിടെ നമ്മൾ ഡേറ്റാബേസ് എനേബിൾ ചെയ്യാൻ പോവുകയാണ്. യൂസ് ഓൺലൈൻ എംപ്ലോയീസ്, പ്രീവിയസ്ലി ഉള്ള അതേ ഡേറ്റാബേസ് തന്നെ. സോ ഓർക്കുക, നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് എന്തൊക്കെയായിരുന്നു? വിച്ച് ഈസ് ഇൻ ദ ലോക്കൽ ഇൻസ്റ്റൻസ് നമ്മൾ കൊടുത്തിരുന്നത് സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ് ആണ്. ഈ പറയുന്ന 3 കാര്യങ്ങളും നമ്മുടെ യൂസറിൽ, എംപ്ലോയി യൂസറിൽ വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫൈൻ, ഗോ ടു ലോക്കൽ യൂസർ. ഇവിടെയാണ് എംപ്ലോയി യൂസർ എനേബിളായി നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഒരു കണക്ഷൻ എംപ്ലോയി യൂസർ എന്ന് പറയുന്ന ഒരു യൂസർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കണക്ഷൻ വർക്ക് ചെയ്യുന്നത്. അയാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പാസ്വേഡും നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഒരു ഡേറ്റാബേസ് ഇങ്ങനെയാണ് ഒരു യൂസർക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും പ്രൊവൈഡ് ചെയ്യുക. സോ ഇപ്പോൾ കണ്ടോളൂ, ഈ കാണിച്ചിരിക്കുന്ന എംപ്ലോയി യൂസർക്ക് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റാബേസിലേക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ. ഫൈൻ, ദെൻ വി ആർ ഗോയിങ് ടു ചെക്ക് എന്തൊക്കെ കാര്യങ്ങൾ പെർമിഷൻസ് കൊടുത്തത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി ഡേറ്റ. യെസ്, വർക്ക് ആവുന്നുണ്ട്, കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പെർമിഷനാണത് അല്ലേ. സെലക്ട് ഇസ് ഗ്രാൻറ്റഡ്. ഇനി അപ്ഡേറ്റ് നോക്കാം. നമുക്കറിയാം 5th ടേബിൾ വരെ 5th റോ വരെ എന്തുണ്ട്, അപ്ഡേറ്റ്സ് ഉണ്ട്, നമുക്ക് ഡേറ്റ കാണാൻ സാധിക്കും. എനിവേ നമുക്ക് ഇൻസേർട്ട് എ വാല്യൂ, 6th റോയിലും കൂടെ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യാം. യെസ്, പെർമിഷൻസ് എനേബിൾഡ് ആണ്. ലെറ്റ്സ് സെലക്ട് ദ ടേബിൾ ഫുൾ കോളംസ്. യെസ്, 6 റോസിലും ഡേറ്റ അവൈലബിൾ ആണ്. നൗ ലെറ്റ്സ് ട്രൈ ടു അപ്ഡേറ്റ്. അപ്ഡേറ്റും നമ്മൾ കൊടുത്തിരിക്കുന്ന മറ്റൊരു പെർമിഷൻ ആയിരുന്നു. ഓക്കെ, സോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഓൾസോ വർക്കിംഗ്. സി, എംപ്ലോയിയുടെ സാലറി ഓഫ് എംപ്ലോയി ID 1 55,000 ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പ്രീവിയസ്ലി അത് 50,000 ആയിരുന്നു. നൗ ഇറ്റ് ഈസ് 55,000. യെസ്, ഇനി നമുക്ക് നോക്കാം ഡിലീറ്റ്. ഡിലീറ്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടില്ല ഫോർ ദ യൂസർ. ഈ ഒരു ക്വയറി റൺ ചെയ്യുമ്പോൾ സി ഇറർ കനോട്ട് അല്ലെങ്കിൽ കമാൻഡ് ഡിനൈഡ് ടു ഡിലീറ്റ്. ഓക്കെ, ബിക്കോസ് അങ്ങനെ ഒരു പെർമിഷൻ നമ്മൾ യൂസർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ട്രങ്കേറ്റ് ചെയ്താലോ, അതായത് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ, ടേബിളിൻ്റെ സ്ട്രക്ചർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ടേബിളിലെ ഡേറ്റ കളയാൻ ശ്രമിച്ചാലോ, സി അവിടെയും ഇററായി. ഇനി ടേബിൾ തന്നെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ, പെർമിഷൻസ് ഇല്ല, കണ്ടോ. സോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആയാൽ ഡേറ്റാബേസിലൂടെ ഒരു യൂസർക്ക് പെർമിഷൻസ് എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് എന്തൊക്കെയാണ്? ഇൻസേർട്ടും അപ്ഡേറ്റും സെലക്റ്റും, അതായത് ക്വയറി ചെയ്യാനും മാത്രം. പക്ഷേ ഡിലീറ്റ് ചെയ്യാനുള്ള, അതായത് ട്രങ്കേറ്റ് ചെയ്യാനോ ഡ്രോപ്പ് ചെയ്യാനോ ഉള്ള ഒരു ഫീച്ചറും നമ്മൾ എന്ത് ചെയ്തില്ല, പെർമിഷനും ഗ്രാൻഡ് ചെയ്തിട്ടില്ല. സോ ഇവിടെ യൂസർക്ക് ജസ്റ്റ് ആക്സസ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും മാത്രമേ ഡേറ്റയെ കൊണ്ട് സാധിക്കുള്ളൂ, പക്ഷേ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി മറ്റൊരു ഡേറ്റാബേസ് യൂസ് ചെയ്യാൻ ശ്രമിച്ചാലോ, EMP എന്ന് പറയുന്ന ഡേറ്റാബേസ് നമ്മുടെ ലോക്കൽ ഇൻസ്റ്റൻസിലുണ്ട്. അത് നമ്മുടെ ലോക്കൽ യൂസർ എന്ന് പറയുന്ന ഇൻസ്റ്റൻസിലൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സി, അതിലും എറർ കാണിച്ചു. നൗ കമ്മിങ് ടു ദ ഹോസ്റ്റിംഗ്. സി, പ്രസൻ്റ്ലി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റാണ്. നിങ്ങൾക്ക് ലോക്കൽ ഹോസ്റ്റ് അല്ലാതെ വൈൽഡ് കാർഡ് ഓർ പെർസെൻറ്റേജ് ഹോസ്റ്റും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഒരു വൈൽഡ് കാർഡ് ഹോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് യൂസർ എംപ്ലോയി യൂസർ എന്നാണെങ്കിൽ @% അല്ലെങ്കിൽ വൈൽഡ് കാർഡ് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ലോക്കൽ ഹോസ്റ്റ് ആകുന്ന സമയത്ത് ആ ഒരു ലോക്കൽ മെഷീൻ്റെ അകത്ത് നമ്മുടെ MySQL സെർവർ അല്ലെങ്കിൽ MySQL ഡേറ്റാബേസ് ഇരിക്കുന്ന ലോക്കൽ മെഷീനിൽ മാത്രമേ നമുക്ക് ആ ഒരു യൂസർക്ക് പെർമിഷൻസ് ഗ്രാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ വൈൽഡ് കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിലോ, വൈൽഡ് കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏതൊരു മെഷീനിലും അല്ലെങ്കിൽ ഏതൊരു IP അഡ്രസ്സിലൂടെയും നിങ്ങൾക്ക് ആ ഡേറ്റാബേസ് യൂസർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഹോസ്റ്റിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും @ കഴിഞ്ഞിട്ട്. ഫോർ എക്സാമ്പിൾ ഒരു സ്പെസിഫിക് ഹോസ്റ്റ് ആക്കണമെങ്കിൽ സി ഇൻ എ സ്പെസിഫിക് IP അഡ്രസ് യൂസ് ദിസ് ക്വയറി ക്രിയേറ്റ് യൂസർ എംപ്ലോയി യൂസർ @IP അഡ്രസ് ഐഡൻറ്റിഫൈ ബൈ പാസ്വേഡ്. സോ ഈ കാണിച്ചിരിക്കുന്ന ഒരു IP അഡ്രസ്സിലെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിലെ SQL മെഷീൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെഷീൻസിലൂടെ മാത്രമേ എംപ്ലോയി യൂസർക്ക് ഈ ഒരു ഡേറ്റാബേസ് ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ്
ഒരു ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ MySQLൽ നമ്മൾ ഡേറ്റാബേസിലേക്കുള്ള യൂസർ പെർമിഷൻസ് സെറ്റ് ചെയ്യേണ്ടത്. ഡേറ്റാബേസ് അല്ലെങ്കിൽ ഡേറ്റാബേസിലേക്കുള്ള പെർമിഷൻസ് ഒരു ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അറേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഡേറ്റ സെക്യൂരിറ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഡേറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡേറ്റ ഈസ് ദ ഫ്യൂച്ചർ ഓയിൽ. സോ ഡേറ്റ ലീക്ക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. സോ ഒരു ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഈ പറഞ്ഞ പോലെ അവരുടെ യൂസർക്ക് ഗ്രാൻഡ് ചെയ്യുന്ന പെർമിഷൻസ് പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ ഡേറ്റാബേസിൽ സേഫായിട്ട് ഇരിക്കുകയുള്ളൂ. So this is how we manage user permissions in MySQL database. Thank you.